എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ടും വെജ് വെച്ചിട്ടും ഒക്കെ പലതരത്തിലുള്ള സമോസകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്രീമി ചിക്കൻ ചീസ് സമോസയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. 1 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ നല്ലതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ചിക്കൻ നല്ലതായിട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടുന്നത് വരെ ഒരു 10 മിനിറ്റ് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിലൊന്നും ഒട്ടാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഈ ഒരു മാവിൽ നിന്നും 25ഓളം സമോസകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിന്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ ബോളൊന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിന്റെ മുകളിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് സൈഡിലോട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത ഒരു മൈദമാവിന്റെ ബോളം ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഒരേ വലിപ്പത്തിലായിരിക്കണം ഇതെല്ലാം പരത്തിയെടുക്കേണ്ടത്. ഇനി ആദ്യം പരത്തി വെച്ച് ആ മാവിന്റെ മുകളിൽ കുറച്ച് മൈദമാവൊന്ന് തൂവി കൊടുക്കണം. അതിന്റെ മുകളിൽ ആ രണ്ടാമത് പരത്തി വെച്ച് മാവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ആദ്യത്തെ മാവിൽ ഒഴിച്ചതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്കും കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. മൊത്തം 4 എണ്ണമാണ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിരിക്കുന്നത്. സമോസയുടെ ഷീറ്റ് ലെയറുകളായിട്ട് കിട്ടാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈദയും സൺഫ്ലവർ ഓയിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. മാക്സിമം 4-5 ലെയറുകളെ ഇങ്ങനെ ഉണ്ടാക്കാവൂ. ഒരുപാടെണ്ണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചുടുന്ന സമയത്ത് കീറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ലെയറുകളായിട്ട് പരത്തി വെച്ച ആ മാവ് ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേപോലെ നല്ലതായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. നല്ലതായിട്ട് ചൂടാക്കിയ ഫ്രൈയിങ് പാനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ആ ഒരു ലെയർ ഇളക്കിയതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതിൽ നിന്നും ഓരോ ലെയറുകളായിട്ട് ഇളക്കിയെടുക്കണം. സമോസയുടെ ഷീറ്റ് ഒരുപാട് നേരം പാനിൽ ഇട്ട് ഡ്രൈ ആക്കരുത്. അങ്ങനെ ആയാൽ അത് സമോസ ഉണ്ടാക്കാനായിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. പാനിന് നല്ല ചൂടുള്ളതായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഓരോ ലെയറുകൾ ഇളക്കിയെടുത്താലും മതി. ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. സമോസയുടെ ഷീറ്റെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ കനം കുറഞ്ഞ സമോസ ഷീറ്റാണെന്ന്. കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ കൈ നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്ത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ മാവിന്റെ നടുക്ക് ഭാഗം വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്.
എനിക്കിവിടെ 26 സമോസ ഷീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് സമോസ ഷീറ്റ് ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. ഇനി നല്ലതായിട്ട് വേവിച്ചെടുത്ത് ആ ചിക്കൻ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ചെറുതായിട്ട് പൾസ് ബട്ടണിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതൊരു ബൗളിലോട്ടിട്ടതൊന്ന് മാറ്റി വെക്കാം. ഇനി ചിക്കന്റെ ഫില്ലിങ്ങിനായിട്ട് 2 ചെറിയ സവാളയും 3-4 പച്ചമുളകും 1 ക്യാപ്സിക്കത്തിന്റെ പകുതിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഗോൾഡൻ കളർ ആകേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ആ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ചിക്കന്റെ ഫില്ലിങ്ങിൽ നിന്നും പകുതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചിക്കന്റെ ഈ ഫില്ലിങ് നല്ലതായിട്ട് തണുത്തതിന് ശേഷം 1 പിടി മല്ലിയില ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്. ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഒറിഗാനോയാണ്. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി സമോസ ഷീറ്റ് ഒട്ടിക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ മാവ് വളരെ കുറച്ച് വെള്ളത്തിൽ കട്ടിയുള്ള ഒരു പേസ്റ്റ് ആക്കി കലക്കിയെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച ആ സമോസ ഷീറ്റിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കണം. അതിനായിട്ട് സമോസ ഷീറ്റ് ഒരു കോണിന്റെ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുക. ഷീറ്റിന്റെ കോർണറിലും സൈഡിലും ഒക്കെ ആയിട്ട് ആ മൈദമാവിന്റെ പശയൊന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ച് മൊസറല്ല ചീസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ചും കൂടെ ചിക്കന്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. സമോസ ഷീറ്റിന്റെ കോർണറുകളെല്ലാം നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒരുപാട് കുടിക്കും. ഇനി ബാക്കിയുള്ള ചിക്കന്റെ ഫില്ലിങ്ങും ഇതുപോലെ തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ എല്ലാം സമോസ ഷീറ്റിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് സമോസ മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം സമോസ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കുക. പാനിന്റെ വലിപ്പം അനുസരിച്ച് 3-4 ഒക്കെ ഒരേ സമയം വറുത്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടായിരിക്കണം വറുത്തെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള സമോസയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ക്രീമിയുമായിട്ടുള്ള നല്ലൊരു സമോസയാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കിയതിനു ശേഷം അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.